നമ്മുടെ ബാല്യകാല ചിരിയുടെ പൊട്ടിത്തെറിയായ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന സിനിമയുടെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അന്ന് ഈ സിനിമ തിയേറ്ററിൽ കണ്ടവർ എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. കൂടാതെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ കണ്ടത് എപ്പോഴാണ്, ഏത് പ്രായത്തിലാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് നോക്കാം ആർക്കൊക്കെ ഈ സിനിമ മനസ്സിൽ അത്രയധികം ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നത്. നിങ്ങൾ ഈ സിനിമ അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടത് OTTയിലാണോ അതോ TV-യിലാണോ എന്നതും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ സിനിമ നിങ്ങൾ 4Kയിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ തിയേറ്ററിൽ എത്ര പേര് ഈ സിനിമ കാണാൻ പോകുമെന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടുള്ളത് കലാഭവൻ ഹനീഫാണ്. കലാഭവൻ ഹനീഫ് ഈ സിനിമയിൽ ഒരു പ്രസ് ഓണറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. 1995 അദ്ദേഹത്തിൻ്റെ പ്രായം 34 2023 64 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തത് രശ്മി സോമനാണ്. സീത എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 19, ഇപ്പോൾ പ്രായം 47. അടുത്തത് MS തൃപ്പൂണിത്തറയാണ്. ഈ സിനിമയിൽ ഒരു കോളേജ് പ്രൊഫസറായിട്ടായിരുന്നു MS തൃപ്പൂണിത്തറ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ MS തൃപ്പൂണിത്തറയുടെ പ്രായം 55. 2006 അദ്ദേഹം 66 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് അടൂർ ഭവാനിയാണ്. ഈ സിനിമയിൽ പ്രേമചന്ദ്രൻ്റെ മുതുമുത്തശ്ശിയായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അടൂർ ഭവാനിയുടെ പ്രായം 70. 2009 88 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് KTS പടനയിലാണ്. KTS പടനയിൽ ഈ സിനിമയിൽ പ്രേമചന്ദ്രൻ്റെ മുതുമുത്തച്ഛനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ KTSൻ്റെ പ്രായം 76. 2021 88 വയസ്സിൽ KTS അന്തരിച്ചു. അടുത്തത് കനകലതയാണ്. കനകലത ഈ സിനിമയിൽ ദേവി തമ്പുരാട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കനകലതയുടെ പ്രായം 36. 2024 63 വയസ്സിൽ കനകലത അന്തരിച്ചു. അടുത്തത് പറവൂർ ഭരതനാണ്. പറവൂർ ഭരതൻ ഈ സിനിമയിൽ പ്രേമചന്ദ്രൻ്റെ അച്ഛനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പറവൂർ ഭരതൻ്റെ പ്രായം 67. 2015 86 വയസ്സിൽ പറവൂർ ഭരതൻ അന്തരിച്ചു. അടുത്തത് മീനയാണ്. മീന ഈ സിനിമയിൽ കുഞ്ഞൻ ബാവയുടെ ഭാര്യയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മീനയുടെ പ്രായം 55. 1997 56 വയസ്സിൽ മീന അന്തരിച്ചു. അടുത്തത് ഇന്ദ്രൻസ് ആണ്. ഈ സിനിമയിൽ ബാലൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഇന്ദ്രൻസ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ പ്രായം 40. ഇപ്പോൾ ഇന്ദ്രൻസിന് 69 വയസ്സാണ് ഉള്ളത്. അടുത്തത് അപ്പാഹാജിയാണ്. അപ്പാഹാജ ഈ സിനിമയിൽ ദാസപ്പൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അപ്പാഹാജിയുടെ പ്രായമെന്ന് പറയുന്നത് 28. ഇപ്പോൾ അപ്പാഹാജിയുടെ പ്രായമെന്ന് പറയുന്നത് 57. അടുത്തത് റിസബാവയാണ്. റിസബാവ ഈ സിനിമയിൽ കണ്ണപ്പൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ റിസബാവയുടെ പ്രായം 25. 2021 റിസബാവ 54 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ജനാർദ്ദനനാണ്. ജനാർദ്ദനൻ കൊട്ടാരം വീടൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജനാർദ്ദനൻ്റെ പ്രായം 50. ഇപ്പോൾ ജനാർദ്ദനൻ്റെ പ്രായം 79. അടുത്തത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഈ സിനിമയിൽ ഈശ്വരപിള്ള എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ പ്രായമെന്ന് പറയുന്നത് 53. 2006 അദ്ദേഹം 62 വയസ്സിൽ അന്തരിച്ചു. അപ്പോൾ ഈ സിനിമയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക.
കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ സിനിമയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണെന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കമൻറ്റുമായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഏത് ഡയലോഗിനാണെന്ന്. അടുത്തത് പ്രേംകുമാർ ആണ്. പ്രേംകുമാർ ഈ സിനിമയിൽ സുന്ദരൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രേംകുമാറിൻ്റെ പ്രായം 29 ആയിരുന്നു. ഇപ്പോൾ പ്രേംകുമാറിൻ്റെ പ്രായം 58 ആണ്. അടുത്തത് സംഗീതയാണ്. സംഗീത ഈ സിനിമയിൽ മാളവിക അഥവാ മാളു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സംഗീതയുടെ പ്രായം 20 ആയിരുന്നു. ഇപ്പോൾ സംഗീതയുടെ പ്രായം 49 ആണ്. അടുത്തത് കസ്തൂരിയാണ്. അമൃത അഥവാ അമ്മു എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കസ്തൂരി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കസ്തൂരിയുടെ പ്രായം 22 ആയിരുന്നു. ഇപ്പോൾ കസ്തൂരിയുടെ പ്രായം 51 ആണ്. അടുത്തത് രാജൻ പി ദേവ് ആണ്. രാജൻ പി ദേവ് ഈ സിനിമയിൽ കുഞ്ഞൻ ബാവ അഥവാ അനിയൻ ബാവ എന്ന കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രാജൻ പി ദേവിൻ്റെ പ്രായം 45 ആയിരുന്നു. 2009 58 വയസ്സിൽ രാജൻ പി ദേവ് അന്തരിച്ചു. അടുത്തത് നരേന്ദ്രപ്രസാദ് ആണ്. കുട്ടൻ ബാവ അഥവാ ചേട്ടൻ ബാവ എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നരേന്ദ്രപ്രസാദിൻ്റെ പ്രായമെന്ന് പറയുന്നത് 49 ആയിരുന്നു. 2003 56 വയസ്സിൽ നരേന്ദ്രപ്രസാദ് അന്തരിച്ചു. അടുത്തത് ജയറാമാണ്. പ്രേമചന്ദ്രൻ എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ജയറാം അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജയറാമിൻ്റെ പ്രായമെന്ന് പറയുന്നത് 30 ആയിരുന്നു. ഇപ്പോൾ ജയറാമിൻ്റെ പ്രായം 59 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിലെ, അതായത് അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രായമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള സിനിമയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇനി വേണ്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കുറേ പേര് കോമഡി വേണമെന്ന് പറയുന്നുണ്ട്, കുറേ പേര് ആക്ഷൻ മൂവീസ് വേണമെന്ന് പറയുന്നുണ്ട്, കുറേ പേര് നൊസ്റ്റാളജിക് മൂവീസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഏത് മൂവീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇതുപോലെ അറിയാൻ താല്പര്യമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് പ്രകാരം നമ്മൾ അത് ഓർഡർ ചെയ്ത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ എല്ലാവരും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകളും പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പ്രകാരം നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.